10 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി എന്നല്ലേ CPM അങ്ങനെ CPM മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാതെ പണ്ട് എപ്പോ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നത് ധാരണ തന്നെയാണ് തെറ്റ്. ഓക്കെ, അപ്പൊ അന്ന് തൊഗാഡിയ എന്ന് വിളിക്കാനുള്ള സാഹചര്യം ഇന്നില്ല. അന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ചെയ്യുക. അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തായാലും കുഴപ്പമുള്ളത് അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും അന്ന് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിച്ച സാഹചര്യം വിളിക്കേണ്ട ഘട്ടം ഇപ്പോ ഇല്ല എന്നാണ്. എങ്ങനെ അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിച്ചല്ലോ, നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. പക്ഷേ പദപ്രയോഗം ഇപ്പോൾ ഉപയോഗിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയാം, പക്ഷേ ഞാൻ വ്യക്തത വരുത്താം. അന്ന് മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തപ്പോ മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വർഗീയ വിദ്വേഷം ചീറ്റി. അത് വർഗീയതയാണ് എന്ന് പറയാൻ അന്ന് CPIM-ന് കഴിയുമായിരുന്നു. കേരള തൊഗാഡിയ എന്നുള്ള വാക്ക് വിടാം. പക്ഷെ ഇന്ന് അദ്ദേഹം അതിനേക്കാൾ വലിയ വർഗീയത വിഷം ചീറ്റുമ്പോൾ ആ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ CPIM-ന് കഴിയുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ എല്ലാ അഭിപ്രായത്തോട് യോജിപ്പില്ല എന്നൊക്കെയുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അന്നത്തെ ഒരു വീര്യം നിങ്ങളുടെ വാക്കുകളിൽ ഈ വർഗീയ സംഗതികളെ ചെറുക്കാനില്ല. ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. നിർബന്ധിച്ചാൽ പിടിച്ചാലും പറയില്ല. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ആ രീതിയിൽ നടക്കില്ല. വർഗീയത എന്നത് നമ്മൾ ഉണ്ടാക്കിയ വർഗീയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം കേക്ക് അതുകൂടി പറഞ്ഞളയാ. വർഗീയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ തെറ്റായ പ്രയോഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പിന്നെ വെറുതെ വേണ്ടാതെ വേറെ എന്തെങ്കിലും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു. ശരി. അല്ല, എന്റെ ചോദ്യം വെള്ളാപ്പള്ളി അത് അങ്ങനെ പറയുന്നുണ്ടോ എന്നാണ്. വെള്ളാപ്പള്ളി വർഗീയത ആര് പറഞ്ഞാലും X or Y ആര് പറഞ്ഞാലും ഞങ്ങൾ നിലപാട് തന്നെയാണ്.